ആഹാ! ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ പറ്റിയ ഒരു ഗ്രീൻ ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വരവ്. അപ്പോൾ എന്തായാലും നമുക്കതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടോക്കാം. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഉഴുന്നൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് ഒരു പിടി മല്ലിയിലയും പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളിയും ഒരു 2-3 ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു പിടി തേങ്ങ, നമുക്ക് എത്രത്തോളം കറി വേണം ചട്നി വേണം അതിനനുസരിച്ച് ഞാനിവിടെ 2 പിടി തേങ്ങയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി ചൂടാറിയതിന് ശേഷം നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ചട്ടി ചൂടാക്കി കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് നമ്മുടെ ഈ ഒരു അരച്ചു വെച്ച ഈ ഒരു ചട്നി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ പുളിക്ക് ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടെ ചേർത്ത് മിക്സാക്കി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇത് തിളക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. തിളക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ മൊത്തത്തിൽ മാറിപ്പോകും. പിന്നെ നമുക്ക് എത്രത്തോളം പുളി വേണം, നമ്മൾ ഉഴുന്ന് ചേർക്കണതുകൊണ്ട് തന്നെ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ ആവശ്യത്തിന് പുളി ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് ഇതാ ഒരു ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് റെഡിയാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.